കേരള രാഷ്ട്രീയത്തെ പഠിക്കുവാനും വിശകലനം ചെയ്യുവാനും എനിക്കൊരാഗ്രഹമുണ്ട്. വിശദമായി നമ്മളിത് ചെയ്യും. വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ ചാനലിൽ ചെയ്യും. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇപ്പോഴത്തെ മുഴുവൻ തിരഞ്ഞെടുപ്പും നയിക്കുന്നത്, തീരുമാനിക്കുന്നത്, ചിന്തിക്കുന്നത്, എല്ലാം ഡ്രൈവ് ചെയ്യുന്നത് ഒരു സിംഗിൾ മാൻ പൈലറ്റാണ്. പാർട്ടി എന്ത് ചെയ്യണം, പാർട്ടി ആരെ തീരുമാനിക്കണം, പാർട്ടി നയം എന്തായിരിക്കണം, ആരെ സ്ഥാനാർത്ഥിയാക്കണം, ആരെ പിൻവലിക്കണം, എന്തായിരിക്കണം മാൻഡേറ്റ്, എല്ലാം തീരുമാനിക്കുന്നത് പിണറായി വിജയനാണ്. അതെങ്ങനെ കഴിയുന്നു? പാർട്ടിക്ക് പോളിറ്റ് ബ്യൂറോ ഉണ്ട്, ഒരു കാര്യമില്ല. സെൻട്രൽ കമ്മിറ്റി ഉണ്ട്, ഒരു കാര്യമില്ല. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ കേരളത്തിലുണ്ട്, ഒരു കൂടിയാലോചനയുമില്ല. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉണ്ട്, ഒരു കൂടിയാലോചനയില്ല. വിവാദങ്ങളും തർക്കങ്ങളും ഉണ്ടാകുമ്പോൾ സെക്രട്ടേറിയറ്റ് കൂടും. അവിടെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെറിയ ഡയലോഗ് അടിക്കും. എല്ലാവരും സഹാവി എന്നൊക്കെ ചോദിക്കുമ്പോൾ പിണറായി വിജയൻ അങ്ങ് വിശദീകരിച്ച് കഴിയുമ്പോൾ പിന്നെ ക്വസ്റ്റ്യനില്ല. എവിടെ ഫ്ലെക്സ്? കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നൂറുകണക്കിന് ആയിരക്കണക്കിന് ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. മുഴുവൻ ഫ്ലെക്സിലും പണ്ട് കാലത്താണെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യം ഇ കെ നയനാർ, കെ ആർ ഗൗരി, ബേബി ജോൺ, അതുപോലെ തന്നെ പിന്നെ ഇ കെ നയനാർ, PKV, ബേബി ജോൺ നമ്മെ നയിക്കും എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം വന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ പോസ്റ്ററിലൊക്കെ നയനാരുടെ പടം കാണും, ബേബി ജോണിൻ്റെ പടം കാണും, PKVയുടെ പടം കാണും, ചിലയിടത്ത് ഗൗരിയമ്മയുടെ പടം കാണും. പിന്നെ പല പോസ്റ്ററുകളിലും പല നേതാക്കളുടെയും EMSൻ്റെ അടക്കമുള്ളവരുടെ കാണും. സ്ഥാനാർത്ഥിയുടെ പടം മാത്രമേ കാണുള്ളൂ, വേറെ ഒന്നും കാണത്തില്ല. പക്ഷേ ഫ്ലെക്സുകൾ, പരിപാടികളിലൊക്കെ ഒരുപാട് നേതാക്കളുടെ, ഈവൻ കാറൽ മാർക്സ്, ലെനിൻ, മാവോയുടെ അങ്ങനെ വരാറില്ല, മാർക്സിൻ്റെയും ലെനിൻ്റെയും പടം വരാറുണ്ട്, AKGയുടെ പടം വരാറുണ്ട്. ഇതൊന്നും ഇപ്പം ഇല്ല. കംപ്ലീറ്റ് എല്ലാം ഒൺ ആൻഡ് ഓൺലി പിണറായി. പിണറായിയുടെ ചിത്രം, പിണറായിയുടെ ഡോക്യുമെൻ്ററി, പിണറായിയുടെ പൈസ, എല്ലാം പിണറായി. പാർട്ടി CPM = പിണറായി, മന്ത്രിസഭ = പിണറായി, LDF = പിണറായി. അങ്ങനെ ഒരു മനുഷ്യൻ അമാനുഷനായി തെരഞ്ഞെടുപ്പിനെ നയിക്കുന്നത് നമ്മൾ കാണുകയാണ്. ഇതൊരു വേറിട്ട കാഴ്ചയാണ്, ഒരു അത്ഭുത കാഴ്ചയാണ്. നരേന്ദ്രമോദി പോലും രാജ്യത്തെ നയിക്കുന്നുണ്ടെങ്കിൽ RSSൻ്റെ നാഗ്പൂരിൽ നിന്ന് മോഹൻ ഭഗവതിൻ്റെ ഒരു ചരടുണ്ട്. ആ ചരടിനനുസരിച്ച് മാത്രമേ മോദിക്ക് ഭരിക്കാൻ കഴിയുകയുള്ളൂ. ആ ചരടിനപ്പുറം മോദിക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. മോഡി മുമ്പോട്ട് പോവുകയുമില്ല. വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ RSSൻ്റെ ഇപ്പോൾ ഏകീകൃത സിവിൽ കോഡ്, യൂണിവേഴ്സ് സിവിൽ കോഡ് വേണോ, രാമക്ഷേത്രം, കാശ്മീരിനെ 367 ഇല്ലാതാക്കിയത്, ഇങ്ങനെയുള്ള വളരെ കാർഡിനലായിട്ടുള്ള പ്രശ്നങ്ങൾ RSSുമായി ചർച്ച ചെയ്ത് മാത്രമേ മോഡി നടപ്പിലാക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് മോഡിക്ക് പോലും കഴിയാത്ത, മോഡിയുടെ ജ്യേഷ്ഠ സഹോദരനാണ്, അങ്ങനെ നിൽക്കുന്ന പിണറായി വിജയന് മാത്രം കഴിയുന്ന ഒന്നാണ്. എത്ര കേസ് വന്നു? ലാവ്ലിൻ കേസ് എവിടെ? മകളുടെ പേരിൽ കേസ് വന്നു എവിടെ? മാത്യു കുഴൽനാടൻ തലകുത്തി നിന്ന് നോക്കി, ഒരു രോമത്തിൽ തൊടാൻ പറ്റിയോ? മകൻ്റെ കേസ് വന്നു, ED വന്നു, സ്വപ്ന സുരേഷിൻ്റെ കേസ് വന്നു, സ്പ്രിംഗ്ലറിൻ്റെ കേസ് വന്നു, എക്സാലോജിക്ക് കേസ് വന്നു. ഒന്ന് തൊടാൻ കഴിഞ്ഞിട്ടില്ല നമ്മുടെ ഭരണവ്യവസ്ഥയ്ക്ക്. അതാണ് പിണറായി വിജയൻ. ഇരട്ടച്ചങ്കനൊന്നുമല്ല, പോരാ. അത് മാത്രം പറഞ്ഞാൽ പോരാ. അദ്ദേഹം ആകപ്പാടെ തോറ്റുപോയത് കേരയിൽ നടപ്പിലാക്കുന്നതിലാണ്. കേരയിൽ അദ്ദേഹത്തിന് അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കൂടി ഒരു സപ്പോർട്ട് പിൻവലിച്ചപ്പോഴാണ് പുള്ളി ഞെട്ടിപ്പോയത്. കേന്ദ്ര ഗവൺമെൻറ് സഹായിക്കുമെന്നാണ് പുള്ളി വിചാരിച്ചത്. പക്ഷെ കേന്ദ്രം കൂടി സഹായിച്ചിരുന്നെങ്കിൽ ഇവിടെ ഇനി ആരെല്ലാം എന്തെല്ലാം എതിർപ്പുണ്ടായിരുന്നെങ്കിലും പിണറായി വിജയൻ അത് കൊണ്ടുവരുമായിരുന്നു. അത്രയ്ക്ക് ധാർഷ്ട്യമുണ്ട്, വലിയ ഭീകരത ഉണ്ട്, ആരെയും മൈൻഡില്ല. ഒരു കാര്യം ഇവിടെ പറയാം, നമുക്ക് വിശദമായി പിന്നെ വീഡിയോ ചെയ്യാം. ഒരു പത്രങ്ങളുടെ സഹായമില്ലാതെ, കറണ്ടില്ലാത്ത, വെളിച്ചമില്ലാത്ത, റോഡില്ലാത്ത, വളരെ സാധാരണമായ പിണറായിയിൽ ഇന്നും പലതുമില്ലാത്ത, ഈ നൂറ്റാണ്ടിൽ ഈ വർഷത്തും പലതുമില്ലാത്ത പിണറായി എന്ന കുഞ്ഞു ഗ്രാമത്തിൽ ജനിച്ച ഒരു ചെത്തു തൊഴിലാളിയുടെ മകനായി ജനിച്ച 6-ാമത്തെ 7-ാമത്തെ അത് 8-ാമത്തെയോ ആണ്, ഒരുപാട് അംഗങ്ങളുള്ളൊരു കുടുംബത്തിൽ അംഗമായി ജനിച്ച പിണറായി വിജയന്
ഒരു പാർട്ടിയെ, ഒരു മുന്നണിയെ, ഒരു സംവിധാനത്തെ ഒന്നാകെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നതുമെങ്കിൽ അതൊരു വേറിട്ട വ്യക്തിത്വം തന്നെയാണ്. പിണറായിക്ക് പകരം പിണറായി മാത്രം വിശദമായി ഇത് പഠിക്കേണ്ട ഒരു പൊളിറ്റിക്കൽ കേസാണ് പിണറായി വിജയൻ.